Hi Tesni, good evening. Can you hear me? കേൾക്കുന്നുണ്ടോ? എന്ത് പറ്റി ഇന്ന് ആരും ജോയിൻ ചെയ്ത് കാണുന്നില്ല? ഓക്കെ, ഒരു മെസ്സേജും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് പീപ്പിൾ ജോയിൻ. ഇൻ ദ മീൻ വൈൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോ ഇന്നലത്തെ റെക്കോർഡിംഗ് ഉണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്നലത്തെ റെക്കോർഡിങ്ങും ഇന്നത്തെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് വിത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇന്റർവ്യൂവിന്റെ കംപ്ലീറ്റ് ഒരു ടോൺ സെറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ ആ ബയോഡേറ്റ ഫോം കാണിച്ചു തന്നിരുന്നു. അപ്പൊ ബയോഡേറ്റ ഫോം നമ്മൾ നോക്കി, ഒരുപാടധികം ഡീറ്റെയിൽസ് നമ്മൾ ബയോഡേറ്റ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൂടെ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അതിനകത്ത് നിന്നും കുറെ ഇൻഫർമേഷൻ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ സമയത്ത് പറയും. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഇന്റർവ്യൂവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്തൊക്കെ വിവരങ്ങൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ സമയത്ത് നമ്മൾ പുറത്തു കൊടുക്കുന്ന അത് അനുസരിച്ചാണ് നമുക്ക് ഇന്റർവ്യൂവിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പവർ എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് ഇങ്ങോട്ട് നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എടുത്ത് അവർക്ക് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പൊ അതൊക്കെയാണ് ഇന്ന് നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇത് നോക്കണ്ട, നമ്മൾ പല സിറ്റുവേഷൻസിലുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പം PSCയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ആ ഒരു PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ പലപ്പോഴും ആദ്യത്തെ ചോദ്യമായിരിക്കാം ആ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നത്. അത് സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എഡ്യൂക്കേഷനും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ ബയോഡേറ്റ ആണ് അവർ നോക്കാൻ പോകുന്നത്, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ബയോഡേറ്റ ഫോം. ആ ബയോഡേറ്റ ഫോം എടുത്ത് വെച്ചിട്ട് ഓക്കെ നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് അവർ നമ്മളോട് റേസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, ദേ വോണ്ട് ടു പ്രൈമറിലി നോ, അവർക്ക് അറിയണം മോർ അബൌട്ട് അസ്. അതായത് നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുക, നിങ്ങളുടെ പേഴ്സണലി നിങ്ങളെ അറിയുക, അതേപോലെ നിങ്ങളുടെ ജനറൽ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുക, ആൻഡ് നിങ്ങൾക്കുള്ള സ്പെസിഫിക് സ്കിൽസ് എന്താണ് എന്നറിയുക. അപ്പൊ കൂടുതൽ അനുയോജ്യമായ വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇന്റർവ്യൂ തന്നെ നടത്തുന്നത്. അപ്പോ ഇന്റർവ്യൂവിൽ നമ്മൾ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ് എന്ന് നമ്മൾ അവർക്ക് പ്രൂവ് ചെയ്യുകയാണ് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇനി വരാനുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു 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 സീൻ സെറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇന്റർവ്യൂ തന്നെ തുടങ്ങുന്നതിന് മുന്നേ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആ ഒരു ഗ്രീറ്റിംഗിന്റെ ഭാഗം ഉണ്ടാകും. ഗ്രീറ്റിംഗിന്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ക്യൂസ് മീ, ഞാൻ അകത്തേക്ക് വരട്ടെ, ഞാൻ റൂമിലേക്ക് വരട്ടെ എന്നൊക്കെ നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി കസേരയിൽ ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാം അറ്റൻഷൻ നമ്മളടുത്തേക്കാകും. അപ്പോ നമുക്ക് അവരോട് പറയാം, എന്റെ പേര് ഇന്നതാണ്, ആൻഡ് എന്താ പറയേണ്ടത്, എനിക്ക് ഈ ഒരു അവസരം നൽകിയതിന് ഒരുപാടധികം നന്ദിയുണ്ട്, ഇത്രയും നമ്മൾ പറഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഓർക്കുക. അപ്പോഴായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത് ഇരുന്നോളൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ വരൂ ഇരിക്കൂ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഹൈ, ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ നമസ്കാരം മാം, നമസ്കാരം സർ എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുക. ഓക്കെ, ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരുപാട് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ല സെൽഫ് ഇൻട്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം.
ഇപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചിലപ്പം എന്താ പറയേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഫാമിലി ഇൻഫർമേഷൻ നമ്മൾ ഒത്തിരി അധികം അവിടെ കൊടുക്കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ, അങ്ങനെ നമുക്ക് പറയാം. ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, അത്രയും മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അവർക്ക് കൂടുതൽ നമ്മുടെ ഫാമിലിയെ കുറിച്ച് അറിയണമെങ്കിൽ അവർ ചോദിക്കട്ടെ. ആ ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാം. അപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മളിപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയേണ്ടത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് എന്നവിടെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ പുതിയ ജോലിക്ക്, ഇപ്പൊ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ICDS സൂപ്പർവൈസറിന്റെ ജോലിയാണ്, ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റെലവെന്റ് ആയിട്ടുള്ള, അതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് ഇവിടെ പറയാം. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ജോബിൽ നമ്മൾ അഭിമുഖീകരിച്ച ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പറയാം. ആൻഡ് അതിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഇതും ഒക്കെ നമുക്ക് റിമെമ്പർ, ഇത് ഒരു സൂപ്പർവൈസറി പോസ്റ്റിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഈ സിവിൽ എഞ്ചിനീയർ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ പറയാം. ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്കാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേറൊരു വേർഡിങ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു നോട്ട്സും കൂടെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നോട്ട്സ് ഞാൻ അയച്ചു തരാം. ഇത് ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പവർ പോയിന്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം, എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 10 വർഷം ഞാൻ ഇന്ന ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ ഇന്ന കമ്പനിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്കിന്റെ ഭാഗമായിട്ട് ഒരുപാടധികം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് സ്പെസിഫിക് ആയിട്ടുള്ളത്. ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്, കുട്ടികളുമായിട്ട് വളരെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് നല്ലതുപോലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്താ പറയണ്ടേ, അവർക്ക് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗ്, അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു ഓവർസിയർ, സൂപ്പർവൈസർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാം. അതിപ്പം ഏത് ഡൊമൈനിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നായിരുന്നാലും ശരി, ആ ഒരു സൂപ്പർവൈസറി എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. ഇനി ഒരു ഫ്രഷർ ആണ് എന്ന് വിചാരിക്കുക. ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ ഫാമിലിയെ കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാം. എന്നിട്ട് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് പോകേണ്ടത് നമ്മുടെ ഗ്രാജുവേഷനിലേക്ക്. ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഞാൻ ഗ്രാജുവേഷൻ ഇന്ന സബ്ജക്റ്റിൽ ഗ്രാജുവേറ്റ് ചെയ്ത് അത് ഇന്ന കോളേജിൽ നിന്ന് ഇന്ന വർഷമാണ് ഞാനത് പൂർത്തിയാക്കിയത്. എന്നിട്ട് നമുക്ക് അവിടെ കിട്ടിയ ആ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ ഓവറോൾ സ്കോർ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റ്സ്, ഒത്തിരിയധികം കൾച്ചറൽ ആക്ടിവിറ്റീസിലും സ്പോർട്സ് ഇവന്റ്സിലും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വോളണ്ടിയറിങ്, NCC അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ട് ഈ ഒരു പഠിത്തമല്ലാതെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉദ്ദേശിക്കേണ്ടത്. ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ഇവിടെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ മുമ്പോട്ട് പറഞ്ഞു പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതി ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് തയ്യാറാക്കണം. നമുക്ക് മോക്ക് ഇന്റർവ്യൂവിന് നമുക്ക് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മോക്ക് ഇന്റർവ്യൂവിന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസോ ചേഞ്ചസോ ഒക്കെ വേണമെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി PSCക്ക് ഒരു പ്രവണതയുണ്ട്. നമ്മൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ എടുത്ത് അവര് നമ്മളോട് തിരിച്ച് ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാം. ചില ചോദ്യങ്ങൾ ഒരു കുസൃതി ചോദ്യം പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ഒരു ജനറൽ അവയർനെസ്, നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം നമ്മുടെ പേര്, നമ്മുടെ സ്ഥലത്തിന്റെ പേര്, ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേരിന്റെ അർത്ഥം, നിങ്ങളുടെ പേരിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ?
പേരിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ചോദിക്കാം. നിങ്ങളുടെ പേര് മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ നിന്നോ ഒരു സംസ്കാരത്തിൽ നിന്നോ വന്നിട്ടുള്ള ഒരു വാക്കാണോ? ഇനി എന്താ പറയേണ്ടത്? ആർ യു നെയിംഡ് ആഫ്റ്റർ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആ ഒരു 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 പേരാണോ, ഫാമിലിയിൽ ഓൾറെഡി ഉള്ള എന്താ പറയേണ്ടത് മുൻഗാമികളുടെ ഒരു പേരാണോ ഇവിടെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? അതോ ഇത് ഹിസ്റ്റോറിക്കലി എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫിഗറിന്റെ പേരാണോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും കൾച്ചറൽ റെലവൻസ് ഉണ്ടോ, റിലീജിയസ് റെലവൻസ് അതിനുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ പേരിനെ കുറിച്ചൊരു ചെറിയ ഒരു സ്റ്റഡി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു പേരിന്റെ അർത്ഥം, മിക്കവാറും ഉള്ള എല്ലാ ഇന്ത്യൻ നെയിംസിനും ഒരു അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി പ്ലേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സ്ഥലത്തിനെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, നമ്മളൊരു സ്ഥലം പറയുമല്ലോ, നമ്മൾ കൊല്ലം എന്നോ നമ്മൾ എറണാകുളം എന്നോ പറഞ്ഞ് നമ്മൾ അവിടെ എവിടെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ പറയും, നമ്മുടെ ആ ഒരു ലോക്കൽ ഏരിയയുടെ സ്ഥലവും കൂടെ പറയും. അപ്പോ ആ ഒരു ലോക്കൽ ഏരിയയുടെ ആ ഒരു പേര് ആ സ്ഥലത്തിന് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്ത്? അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്ത്? നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ആരെങ്കിലും സെലിബ്രിറ്റീസ് ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്തെങ്കിലും കൾച്ചറലി ഹിസ്റ്റോറിക്കലി ഉള്ള പ്രാധാന്യം നമ്മുടെ സ്ഥലത്തിനുണ്ടെങ്കിൽ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇപ്പം വിക്കിപീഡിയയിലൊക്കെ നോക്കിയിരുന്നാലും ശരി തന്നെ, നമുക്ക് നമ്മുടെ ആ ഒരു സ്പെസിഫിക് ഏരിയയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫേമസ് പേഴ്സണാലിറ്റി, നമ്മുടെ ഏരിയയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് നമ്മളോട് ചോദിക്കാം. കവികള് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇനി ഏത് ലോക്സഭയില് അല്ലെങ്കിൽ ഏത് അസംബ്ലിയിലാണ് നിങ്ങളുടെ ആ ഒരു സ്ഥലം വരിക എന്നുള്ള ചോദ്യം, അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു അവയർനെസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട കൃഷി എന്താണ് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ നടക്കുന്നത്? അപ്പൊ പൊതുവെ നമുക്ക് പറയാം തേങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തില് എല്ലായിടത്തും നടക്കുന്ന ഒരു കൃഷിയാണ്, പക്ഷെ കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരു കൃഷിയാണ് ഇപ്പൊ തെങ്ങെന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഉള്ള കൃഷി നടക്കുന്ന ആ ഒരു സ്ഥലമാണ് എങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ കൃഷിയൊന്നും ഇല്ല എങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രധാനമായിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാധാന്യം നമ്മുടെ സ്ഥലത്തിനോ നമ്മുടെ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾക്കോ ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഇനി ഫാമിലി ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. നമ്മുടെ അച്ഛൻ അമ്മ അവരുടെയൊക്കെ തൊഴിലുകൾ ചോദിക്കാം. അത് ഓൾറെഡി നമ്മുടെ ബയോഡേറ്റ ഫോമിൽ നമ്മൾ എഴുതുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫാമിലിയിൽ ആരെങ്കിലും ഗവൺമെന്റ് സർവീസിലുണ്ടോ എന്നവർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഫാമിലിയിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അതായത് അച്ഛൻ, സഹോദരങ്ങള്, ഹസ്ബൻഡ്, വൈഫ് അങ്ങനെയുള്ള ആരെങ്കിലും ഗവൺമെന്റ് സർവീസിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് പറയണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐ മീൻ ദാറ്റ് ഇസ് അപ് ടു യു കേട്ടോ. നിങ്ങൾക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇത് ഒരു പഴയ ചോദ്യമാണിത്. കാരണം ഇപ്പോ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഫാമിലീസിലും ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് തന്നെയാണ് ഉള്ളത്. അപ്പോ ഇത് പക്ഷെ ചോദിക്കാം, നിങ്ങളാണോ നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ്? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലിയിൽ ഒരു പ്രത്യേക സ്ഥാനം അവിടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആൻഡ് നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കരിയർ പാത്തിനെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച വിഷയം പഠിക്കാനായിട്ട് കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ഒരു പ്രോത്സാഹനം ഉണ്ടായി, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എങ്ങനെ നിങ്ങളെ അതിന് സ്വാധീനിച്ചു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക് അവിടെ വരാം. ഇനി നമ്മുടെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോളേജിൽ പോയി പഠിച്ചു? അപ്പൊ ഒരു പക്ഷേ എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയ എന്റെ കോളേജ്, പക്ഷെ അലോട്ട്മെന്റ് കിട്ടുന്നത് നമ്മുടെ ചോയ്സ് അനുസരിച്ചാണ് നമുക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് ആ ഒരു കോളേജിൽ പോയി? ഓക്കെ, അത് എനിക്ക് യാത്രയ്ക്ക് സൗകര്യമുള്ള ഒരു കോളേജായിരുന്നു, വീട്ടിന്റെ അടുത്താണ്, മാത്രമല്ല നല്ല വിദ്യാഭ്യാസമാണ് അവിടെ ഉള്ളത്, എന്റെ ഒരുപാട് സുഹൃത്തുക്കളും അവിടെ നിന്നാണ് പഠിച്ചത്. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ.
ഇനി എന്താ പറയേണ്ടത്, നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ സമയത്ത് നിങ്ങൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയെ കുറിച്ച് പറയാം. അപ്പൊ ഇവിടെ മിക്കവാറും ചോദിക്കുന്നത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. ഒരു പക്ഷേ ഒരു കീ ലെസൺ ദറ്റ് യു ഹാവ് ലേൺഡ് ഡ്യൂറിങ് യുവർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അത് സബ്ജക്ട് റിലേറ്റഡ് അല്ല, അല്ലാതെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ നല്ല ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഞാൻ എന്റെ കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പൊ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കാരണം കോളേജിൽ എന്റെ കൂടെ പഠിച്ചവര് ഇന്ന് ജീവിതത്തിൽ പല മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരുപാടധികം മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, മെഡിക്കലിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, എന്താ പറയേണ്ടത്, പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോ എന്റെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവർ ഒരുപാടടുത്ത് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് നല്ല ആ ഒരു ബന്ധം റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ടും ഒരുപാട് സുഹൃത്തുക്കളുടെ ആ ഒരു പ്രാധാന്യവും ഞാൻ കോളേജിൽ നിന്ന് മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാം. അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പം അത് എന്തുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം പറയുന്നു എന്നുള്ളതിന്റെ ഒരു റീസണിങ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു, എന്തുകൊണ്ട് അവര് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആയിരുന്നു എന്നുള്ള ആ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് ഉള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് പ്രൈവറ്റ് സെക്ടറിലായാലും എവിടെയായാലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ ജോലിയിൽ എന്തൊക്കെയായിരുന്നു സ്പെസിഫിക്കലി നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, അതാണ് റെസ്പോൺസിബിലിറ്റീസ്, അതിനെ ഒന്ന് വിവരിക്കാമോ? ഇനി നിങ്ങളുടെ ആ ഒരു ജോബില് അല്ലെങ്കിൽ ആ ഒരു ഇന്റേൺഷിപ്പ് നടന്നതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് പഠിച്ചത്? നമുക്ക് പറയാൻ പറ്റുന്ന ഒരെണ്ണമാണ്, ഓക്കെ, എന്റെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ എന്റെ ആദ്യത്തെ ജോബിൽ നിന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ലെസൺ ഞാൻ പഠിച്ചത് ടൈം മാനേജ്മെന്റ് ആണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന ആ ഒരു സമയത്ത് ടൈം മാനേജ്മെന്റിലൊന്നും വലിയൊരു ഒരു 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 അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നോ അതിന്റെ പ്രാധാന്യം എന്തെന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി ആയിരിക്കും നമ്മൾ. അത് ആദ്യത്തെ ജോലിയിൽ നിന്നായിരിക്കും നമ്മൾ ആ ടൈം മാനേജ് ചെയ്യേണ്ടതിന്റെ ഒരു പ്രാധാന്യം പഠിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ജോബിനെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് പറയാം, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻസ് മറ്റവരുമായിട്ട്, ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് പഠിച്ച് ഇതിനെല്ലാത്തിനും ഒരു ഉദാഹരണം വേണം. അപ്പൊ പറയാം, നമ്മൾ കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം ലേറ്റ് ആയിട്ടൊക്കെ എത്തും, ചിലപ്പോൾ നേരത്തെ എത്തും, ചിലപ്പോൾ സമയത്തെത്തും. അപ്പോ അവിടെ കോളേജിൽ ഒക്കെ പഠിക്കുമ്പോൾ പൊതുവെ സാധാരണയായിട്ട് ആ ഒരു സമയത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്ക് അറിയാമെങ്കിലും ആൾക്കാരത് ഒരു ലാഘവത്തോടെ എടുക്കും. പക്ഷെ എന്റെ ആ ഒരു ആദ്യത്തെ ജോബിലാണ് ഞാനത് കൃത്യനിഷ്ഠത പാലിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് എങ്ങനെ ആ ഒരു കൃത്യനിഷ്ഠത പാലിക്കാം എന്നും ഞാൻ അതിൽ നിന്ന് പഠിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ അതിനകത്ത് പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കിപ്പം വരുന്ന ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഈ ഒരു ജോലിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ചോദ്യം നമ്മളോട് വരാം. അപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ഈ ഒരു ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ജോബില് ഒരു സൂപ്പർവൈസറി റോളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കുന്നതിനാണ് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ICDS സൂപ്പർവൈസറിന്റെ ഹാൻഡ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിന്റെ കോപ്പി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഒരു ICDS സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാം. അതിന് സമാനമായ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നമ്മുടെ പ്രീവിയസ് ജോബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. നോക്ക്, നമ്മൾ ഓരോന്നും സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ പറയുക. കാരണം നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് നേടുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഹോബീസ്, അത് സ്പെസിഫിക്കലി നമ്മുടെ ബയോഡേറ്റയിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹോബി, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അവിടെ പറയും. അപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഹോബി എന്ന് അവിടെ പറയുന്നത്, ഹോബിയെ റിലേറ്റ് ചെയ്ത് 100% ഉറപ്പാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ നമ്മൾ റീഡിങ് ആണ്, ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാല്, നിങ്ങൾ അവസാനമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാണ്, അത് ആരെഴുതിയതാണ്, ആ ബുക്കിന്റെ ഒരു എന്താ, ആ ബുക്കിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. എന്തുകൊണ്ട് ആ ഒരു വ്യക്തി. അപ്പോ നമുക്കറിയാവുന്ന ഹോബിയെ കുറിച്ച് വേണം നമ്മളവിടെ പറയാൻ. കാരണം അതിനെക്കുറിച്ച്
എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ നമുക്കതിന് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നാണ്. ഇപ്പൊ ഗാർഡനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 4-5 ചെടികൾ, നമ്മൾ അവിടെയുള്ള ചെടികൾ, അതിന്റെ ഒന്നും സയന്റിഫിക് നെയിംസ് ഒന്നും നമ്മൾ അറിയണ്ട. ആ ചെടിയുടെയും അതിന്റെ പ്രാധാന്യവും അതിന്റെ അതിനെ എങ്ങനെ പരിചരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ കുക്കിംഗ് ഹോബിയാണെന്ന് പറയുന്നവർ ഉണ്ടാകും. കുക്കിംഗ് ഹോബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കുക്കിംഗ് നമുക്കൊരു നല്ല ഹോബിയാക്കി മാറ്റാനായിട്ട് കഴിയുന്നത്? എല്ലാ ദിവസവും നമ്മൾ ദോശയും ഇഡ്ഡലിയും അപ്പവും ചോറും സാമ്പാറും ഉണ്ടാക്കുന്നത് ഒരു ഹോബിയല്ല, അല്ലെ? അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നതാണ്. അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പുതിയൊരു വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ? അത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ അവിടെയാണ് ആ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി സാധാരണഗതിയിൽ ചെയ്യുന്നതും. ഇനി ട്രാവലിംഗ് ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എല്ലാ ദിവസവും ബസ് കയറി ട്രെയിൻ കയറി ജോലിക്ക് പോകുന്നത്, കോളേജിൽ പോകുന്നത് ആ ട്രാവലിംഗ് ഹോബിയല്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ബൈക്കും എടുത്തിട്ടോ കാറും എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു ട്രെയിനിൽ കയറിയിട്ടോ വെറുതെ എങ്ങോട്ടെങ്കിലും സ്ഥലം കാണാനായിട്ട് പോകുന്നതാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ട്രാവലിംഗ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മളെ യാത്ര, ആ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങള്, അതൊക്കെ വളരെ വിലപ്പെട്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിവരിക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു ഹോബി. അപ്പൊ ഏതാണോ നിങ്ങളുടെ ആ ഒരു ഹോബി? ഇത് നമ്മുടെ മോക്ക് ഇന്റർവ്യൂ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോ നിങ്ങളുടെ ഹോബി നല്ലൊരു ഹോബിയോടെ തീരുമാനിച്ചു വെച്ചോളൂ. കാരണം നോക്ക്, മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഇന്റർവ്യൂവിലാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് കേട്ടിട്ട് അത് ഉചിതമാണെങ്കിൽ ഓക്കെ എന്ന് ഞാൻ പറയും, ഇല്ലെങ്കിൽ അത് സ്ലൈറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയും. സോ മോക്ക് ഇന്റർവ്യൂവിന് മുന്നേ ഒന്ന് തയ്യാറാകണം, ഒന്ന് പ്രിപ്പയർഡ് ആകണം. ഇന്നിപ്പോ ഓൾറെഡി 18 അല്ലേ? ഇനി ഒരുപാടധികം ദിവസമല്ലേ, 24 തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി നമ്മുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറന്റ് അഫയേഴ്സ്. നമ്മള് കറന്റ് അഫയേഴ്സ് നോക്കുന്ന എന്തൊക്കെയായിട്ടാണ്? നമ്മള് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കറന്റ് അഫയേഴ്സ് നോക്കണം. അതേപോലെ ICDSന്റെ അതിന്റെ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ്, അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ ന്യൂസ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഈ ഒരു സ്ഥലത്തിന്? എന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ. പക്ഷെ ഇതൊക്കെ കുറച്ചും കൂടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്കൊക്കെ പോകുമ്പോഴാണ് നിങ്ങളുടെ സ്ഥലത്ത് ഒരു ലോക്കൽ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏത് ഇഷ്യൂ ആയിരിക്കും നിങ്ങൾ സോൾവ് ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഒരു സൂപ്പർവൈസറി പൊസിഷനാണ്, ചോദിച്ചൂടായികയില്ല. മനസ്സിലായോ? ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങളൊന്നും അക്ഷരം പ്രതി അതേപോലെ വരും എന്നല്ല. ഇതെല്ലാം സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലെയുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ അവർ ചോദിക്കാം. അപ്പൊ നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനും കൂടെ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മുന്നേ ചിന്തിക്കാത്ത ക്വസ്റ്റ്യൻസും ആ ഒരു സ്പോട്ടിൽ നമുക്ക് ആൻസർ ചിന്തിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ആൻസർ നമുക്ക് ഓൾറെഡി ചിന്തിച്ച് വെക്കാമെങ്കിൽ ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്കും ആൻസേഴ്സ് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ട് നമ്മൾ വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകണം നമ്മുടെ ഇൻട്രൊഡക്ഷന്. കാരണം നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ഏറ്റവും നല്ല വ്യക്തി അതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ അവിടെയും നമുക്കൊരു പ്രിപ്പറേഷൻ, ഒരു പ്രാക്ടീസ് നമുക്ക് ഇല്ല എങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെച്ചോളൂ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്ഥലത്തിന്റെ പേര്, നമ്മുടെ സ്വന്തം പേരിന് എന്തെങ്കിലും അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഹോബീസ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഈ കരിയർ എന്തിന് ചൂസ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കരിയറിലേക്ക് എത്തി, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് വരാം. സോ അത് എല്ലാം നമ്മളൊന്ന് മനസ്സിൽ വെച്ചോളുക. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ തുടക്കം മുതലേ നമ്മൾ അവിടെ ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അവിടെ. കോൺഫിഡന്റ് ആയിരിക്കണം. കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും അല്ലേ ആ ഒരു വ്യക്തി ഇച്ചിരി കോൺഫിഡന്റ് ആണോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നത്? എപ്പോഴും
നമ്മൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്മൈൽ നമുക്ക് നമ്മുടെ മുഖത്ത് വെക്കാം. ഏതൊരു ചോദ്യം വന്നിരുന്നാലും ശരി, അതിന്റെ ആൻസർ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മുടെ ഭാവത്തില്, മുഖഭാവത്തില് ഒരു 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 വിഷമം നമ്മൾ പ്രകടിപ്പിക്കരുത്. അപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമുക്ക് നമ്മുടെ മുഖം പെട്ടെന്ന് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോ അതിനി ബാക്കിയുള്ള ഏത് ചോദ്യം അവർ ചോദിച്ചിരുന്നാലും ശരി, അത് നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്തിരിക്കും എന്നാണ് മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഡോണ്ട് ലെറ്റ് എനി ക്വസ്റ്റ്യൻ പുൾ യു ഡൗൺ. നിങ്ങളെ താഴേക്ക് വലിക്കാനായിട്ട് സമ്മതിക്കരുത്. എല്ലാ പോയിന്റ്സും നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിൽ പോകുന്നതിന് മുന്നേ എല്ലാ പോയിന്റ്സും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. നമ്മൾ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം. ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഹോബീസിനെ കുറിച്ച് നല്ലൊരു പഠനം നമ്മൾ നടത്തി. ഏത് ഹോബിയാണ്? ഒരു ഹോബി പറഞ്ഞാൽ മതി, ഒന്നിലധികം ഹോബീസ് ഒന്നും പറയണ്ട. നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് പല ഹോബീസ് ഉണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നത് ഇന്ന ഹോബിയാണ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ കാരണം ഇവിടെ നമ്മൾ എത്രത്തോളം കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുവോ അത്രത്തോളം കൂടുതൽ അവസരം അവർക്ക് നമ്മളെ ക്രോസ് എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അവര് ഹോബി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഹോബി പറയുന്നതിന് പകരം നമ്മൾ 10 പറഞ്ഞാല് അവർ ചിലപ്പം 10 ഹോബിനെ കുറിച്ചും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇത്രയും ഹോബീസ് ഉണ്ട്, ഈ ഹോബീസ് എല്ലാം ചെയ്യാനുള്ള സമയം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. സോ ഡോണ്ട് ഗിവ് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ. അത് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കരുത്. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഈ ഒരു തോളിന്, അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും, ഈ ഒരു തോളിന് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ കണ്ണ് അങ്ങനെ വേണം ഫോക്കസ് ചെയ്ത് പോകാനായിട്ട്. മനസ്സിലായോ? ആൻഡ് നമ്മൾ കൈ ഇങ്ങനെ മടക്കി പിടിക്കുകയോ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. കൈ നമ്മൾ നേരെ എന്താ പറയേണ്ടത്, മേശപ്പുറത്ത് തന്നെ വെക്കുക. മേശയുടെ കീഴിലേക്ക് നമ്മുടെ കൈ അവര് കാണാത്ത രീതിയിൽ നമ്മുടെ കൈ ഒളിപ്പിച്ച് വെക്കരുത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് അല്ല എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് അവിടെ കൊടുക്കുന്നത്. സോ കീപ് യുവർ ഹാൻഡ്സ് വെൽ എക്സ്പോസ്ഡ്. അവർ കാണട്ടെ നമ്മുടെ കൈ. നമ്മുടെ ഫയൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മടിയിലല്ല വെക്കേണ്ടത്. നമ്മുടെ ഡോക്യുമെന്റ്സ് ഉള്ള ഫയൽ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മേശയുടെ ചുറ്റിനും ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്, ആ മേശപ്പുറത്ത് തന്നെ വെക്കുക. ബോൾഡായിട്ട് മേശപ്പുറത്ത് തന്നെ വെക്കുക. നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കസേരയുടെ സൈഡിൽ താഴെ വെച്ചോളും. പക്ഷെ നമ്മുടെ ഫയൽ മേശപ്പുറത്ത് തന്നെ വെക്കുക, നമ്മുടെ കൈ മേശയുടെ മുകളിൽ തന്നെ വെക്കുക. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കിയിട്ട് ബാഗിനകത്ത് ഇട്ടേക്കണം. വൈബ്രേഷനിൽ പോലും അത് വെക്കരുത്. മൊബൈൽ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെക്കാനേ പാടില്ല. ഓക്കെ. ആ ഒരു സ്മൈൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു തരത്തിലും ഇന്റർവ്യൂവറിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവര് സംസാരിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ആ ഒരു സൈഡ് പറഞ്ഞു തുടങ്ങാവുള്ളൂ. ഓക്കെ. ഇനി ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തരുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഷേക്ക് ഹാൻഡിന് ഇങ്ങനെ കൈ നീട്ടുമ്പം അവര് വന്നിട്ട് നമ്മുടെ കൈയുടെ ഈ ടിപ്പിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ആട്ടിയിട്ട് പോകും. നോ, അങ്ങനെയല്ല. ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ട ഈ ഭാഗം കണ്ടോ, ഇത് രണ്ടും ലോക്ക് ആവണം. ഹാൻഡ്സ് ഷുഡ് ഗെറ്റ് ലോക്ക് ഫേംലി. അതാണ് ഒരു ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫേം ആയിട്ട് അങ്ങനെ അവരുടെ കൈ പിടിച്ചിട്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് പിടിച്ച് അമുക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ. പക്ഷെ ഫുൾ കൈ നമ്മുടെ കയ്യിൽ വരണം എന്നുള്ളതാണ്. അതാണ് ഒരു പ്രോപ്പർ ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത് ആ ഒരു ഷേക്ക് ഹാൻഡ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക്. കസേരയിൽ ഇരുന്ന് കസേര കളിയൊന്നും കളിക്കരുത്. മുമ്പോട്ട് ഞാൻ ഇരിക്കരുത്. കസേരയിൽ നിന്ന് നേരെ തന്നെ ഇരിക്കുക. ചാരി ഇരിക്കരുത്. കസേരയുടെ മുക്കാൽ ഭാഗം മാത്രം കയറി നമ്മൾ നേരെ ഇരിക്കുക. ആ തുറിച്ചു നോട്ടം അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. അവരുടെ ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, അതുകൊണ്ട് ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരെ നോക്കുമ്പോ അവർക്ക് അതിനുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഇപ്പൊ ഈ കണ്ണിൽ തന്നെ നോക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു എന്നുള്ള. അപ്പൊ എന്റെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ അവരുടെ കണ്ണിലേക്ക് നോക്കേണ്ടതായിട്ട് ഉള്ളത്.
അല്ലെ? കാരണം നമ്മളിപ്പോ അവിടെ പോകുന്നത് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാനാണ്, അവരെ എനോയ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരെ ദേഷ്യം പിടിപ്പിക്കാനല്ല നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്കുണ്ടോ ഇപ്പൊ ചോദിക്കാനായിട്ട്? ഒന്നുമില്ല. ഓക്കെ. അപ്പോ ഇത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് നാളെ ഒരു ദിവസവും കൂടെ നമുക്ക് ഇതിന്റെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോ നാളത്തെ ദിവസം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാല് മൊത്തവും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും. അപ്പോ അതിനകത്ത് നമ്മൾ സ്റ്റാർ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കും, നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ നമുക്ക് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നാളെ ചെയ്യുന്ന ആ ഒരു ചർച്ച ചെയ്യുന്നത്. അപ്പൊ നാളത്തോടു കൂടി നമ്മുടെ 3 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ആകും. പിന്നെ ശനിയും ഞായറും ഒക്കെ ആയിട്ട് പരമാവധി നമുക്ക് മോക്ക് ഇന്റർവ്യൂസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ ഒക്കെ സമയമുള്ളവർ നിങ്ങളുടെ ആ ഒരു ടൈം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം. അതനുസരിച്ച് നമുക്ക് മോക്ക് ഇന്റർവ്യൂസ് നടത്താം. രാവിലെ 5 മണി മുതലൊക്കെ ഞാൻ അവൈലബിൾ ആണ് ഈ ഒരു 1-on-1 മോക്ക് ഇന്റർവ്യൂസ് നടത്തുന്നതിന്. സോ ഐ വിൽ സി യു ഗൈസ് ടുമോറോ ഈവനിങ്. നാളെയും ഈ ഒരു സെയിം ടൈം 7 o'clock തന്നെ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ നാളത്തെ ക്ലാസ് ഒരു ഇച്ചിരി ലോങ് ആയിരിക്കും. ഏകദേശം ഒരു 8-8:15 വെച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. സോ അപ്പം വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ഐ വിൽ സി യു ഗൈസ് ടുമോറോ ഈവനിങ്. ഞാനിപ്പം ഇന്നലത്തെ ക്ലാസിന്റെ വീഡിയോ ഇപ്പൊ ഇടാം. ഇതൊരു 10 മിനിറ്റ് എടുക്കും ഒന്ന് റെഡി ആവാനായിട്ട്. അതിനുശേഷം ഈ ഒരു ക്ലാസിന്റെ വീഡിയോ കൂടെ ഇടാം. ആൻഡ് ഇന്നത്തെ നോട്ട്സും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. Okay. Okay, Tesni. Okay, Naira. So thank you very much for joining, and you guys have a great evening. Bye.